ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു വീട് കാണാൻ വേണ്ടി പോവുകയാണേ. അത് 700-800 വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു തറവാട് തകർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഇച്ചിരി അല്ല, നല്ലപോലെ റിസ്ക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ വടിയുടെ കൈ വെച്ചോളാൻ പറഞ്ഞു. അപ്പം അവിടെ ചെറിയ പാലമുണ്ട്, ആ പാലത്തിൽ കൂടെ നടന്നു പോകണമെങ്കിൽ വളരെ റിസ്ക്കാണ്. അപ്പോൾ അതിൽ കൂടെ പോകുന്ന സമയത്ത് വീഴാതിരിക്കാനും മറ്റെന്തെങ്കിലും ഇഴജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവയിൽ നിന്നൊരു ചെറിയൊരു സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ ഒരു വലിയൊരു മുള തന്നു. ഇതേ കണ്ടോ, എൻ്റെ ഇരിക്കുന്ന മുള കണ്ടോ? ഈ മുളയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ പോകുന്ന വഴിക്കൊരു ചെറിയ ഒരു പാലമുണ്ട്, വളരെ റിസ്ക്കാണ്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചള്ളക്കകത്തൂടെ വേണം പോകാൻ. അപ്പോൾ ഞാൻ അതൊന്ന് കടന്ന് അപ്പുറത്തോട്ടൊന്ന് കയറട്ടെ. ഇവിടെ ഒറ്റാലൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ ചാലിക്കൂടി വരുന്ന മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒറ്റാലുണ്ട്, ഇവിടെ ഒറ്റാലുണ്ട്. ഈ പാലം കണ്ടോ? എൻ്റെ ദൈവമേ, ഈ പാലത്തിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ എവിടെയാണ് ചതുപ്പ്, എവിടെയാണ് വെള്ളം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാൻ വടിയൊന്ന് ഊന്നിയിട്ട് ഞാൻ പാലത്തിലോട്ട് കയറുവാണ്. പാലത്തിൽ കൂടെ ഇങ്ങേക്കരയെത്തി. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഇതൊരു തുരുത്തായിരുന്നു, ഒരു വലിയ തുരുത്തായിരുന്നു. അപ്പോൾ ഈ തുരുത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ ജന്മി കുടുംബങ്ങളായിരുന്നു ഇത്. കുട്ടനാട്ടിലെ ഏറ്റവും വലിയ ജന്മി കുടുംബങ്ങളിൽ ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൻ്റെ ബാക്കി ഇന്ന് താമസിക്കാൻ ആരുമില്ലാതെ വീടുകൾ വന്ന് അതൊക്കെ എല്ലാം തകർന്ന്, എല്ലാം മക്കളും എല്ലാവരും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് വീട് മൊത്തം പൂർണ്ണമായിട്ട് തകർന്നു. 18 പ്രളയത്തിൽ മേൽക്കൂരയെല്ലാം തകർന്നു വീണു. ആ വീടിൻ്റെ പഴയ തൂണുകൾ കണ്ടോ? ആ തൂണിൻ്റെ പഴയ കാലത്തെ സുർക്കി മിശ്രിതം കൊണ്ട് പണിത കുമ്മായും വീടുകളിലും വെട്ടുകല്ലുകൾ, എത്ര സുന്ദരമായ വെട്ടുകല്ലാണെന്ന് നോക്കിക്കേ. ഒരു പലകയോ കഴുക്കോലോ പോലും ആർക്കും വേണ്ട. ഈ കിടക്കുന്ന ഉത്തരങ്ങളൊക്കെ കണ്ടോ? എത്ര തേക്കിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ആയിരിക്കും എന്നറിയാമോ? പണ്ട് കാലത്തെ വെട്ടുകല്ലാണ്. ഇവിടെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും സീരിയലുകളും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ തുരുത്തിനകത്ത് ഒരൊറ്റ വീടേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് കാലത്ത് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് വള്ളത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. വള്ളങ്ങളൊന്നുമില്ല, കൊച്ചു റോഡുകളായി. വീടിൻ്റെ മുകളിലത്തെ ഇന്നും നശിക്കാതിരിക്കുന്ന ഒരു കണ്ണാടി കണ്ടോ? ഇതാണ് ഒറിജിനൽ കണ്ണാടി. ഇന്ന് വരുന്ന കണ്ണാടിക്കൊന്നും ഈ ക്വാളിറ്റി ഒന്നുമില്ല. പണ്ടത്തെ വെള്ളം ചവിട്ടി കയറ്റിയിരുന്ന ചക്രം കണ്ടോ? വലിയ ചക്രമായിരുന്നു കണ്ടോ? ചെറിയ ചക്രമൊന്നുമല്ല, വലിയ ചക്രം. ഇത് 2 പേരോ ഇരുന്ന് ചവിട്ടിക്കയറ്റുന്നതാണ്. 2 പേരാണോ 3 എത്ര പേരാണെന്നറിയില്ല. എന്തായാലും വലിയ ചക്രമാണ് കണ്ടോ? അതൊക്കെ ഇന്നും ആ തറവാട്ടിൽ തന്നെ അതുപോലെ തറവാടിൻ്റെ മുഖപ്പാണ് താണ്ടി ഈ കിടക്കുന്നത്. ജനൽ കണ്ടോ? പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ജനവാതിലുകൾ, ചരിപ്പാണിത്. അടുക്കളയായിരുന്നായിരിക്കാം. മേളിൽ നമുക്ക് വീടിനൊക്കെ ഈ വന്ന ബാൽക്കണിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. തടിയിലുണ്ടാക്കിയ ബാൽക്കണിയാണ് കണ്ടോ? എത്ര വലിയൊരു തറവാടായിരുന്നറിയോ? ആ തറവാട് ഇന്ന് കല്ലിൻ്റെ മേളിൽ കല്ല് അവശേഷിക്കാതെ തകർന്നിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൂടെയുള്ള യാത്രയെല്ലാം വളരെ റിസ്ക്കാണ്. എല്ലാം ഇഴജന്തുക്കളൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എനിക്ക് വടിയും കൂടി തന്ന ഇതൂടെ കൈ വെച്ചോളാൻ പറഞ്ഞു. എൻ്റെ വടിയുമായിട്ടാണ്, ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വടിയുമായിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായിരുന്നു ഈ വീടിൻ്റെ പഴയകാല പ്രൗഢി എന്നാലോചിച്ച് നോക്കിയേ. ഇന്ന് ഇത് പൊളിച്ചു മാറ്റാൻ തന്നെ പ്രയാസപ്പെടും, അത്രമാത്രം വലിയ ഒരു തറവാട്. തടികൾ തന്നെ എത്രയോ ലക്ഷങ്ങളുടെ രൂപ വില വരുന്ന തടികളാണ്. ആ തടികൾ പോലും ഇന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്നു. വീടിൻ്റെ മേൽക്കൂരകളും സാധനങ്ങളും പഴയ കട്ടിളകൾ
നമുക്ക് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു രൂപമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിലൊന്നും ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ആ തറവാടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ അതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. ഇത് അടുക്കള ആയിരുന്നിരിക്കാം ഒരു പക്ഷേ. നല്ല ഒരു പഴുത്ത മാങ്ങ വീണ് കിടക്കുന്നു. നല്ല ഒരു മൂവാണ്ടൻ മാങ്ങ, അതേ കണ്ടോ, നല്ലൊരു മൂവാണ്ടൻ മാങ്ങ പഴുത്തതാണ്. ഇവിടെ അതേ ഉള്ളൂ, ഇഷ്ടംപോലെ മാങ്ങ കിടപ്പുണ്ട് കണ്ടോ. മൂവാണ്ടിന് നമ്മുടെ ഒറിജിനൽ നാടൻ മാവാണ്. ഈ മാവൊക്കെ ഇത്രയും വണ്ണം വെക്കണമെങ്കിൽ അപ്പോൾ ഇത് എത്രമാത്രം പഴക്കം ഉണ്ടാവുന്ന ചോദിക്കും. ഈ മാവിനൊക്കെ കണ്ടോ, പടർന്ന് പന്തലിച്ച് കിടക്കുക മാവൊക്കെ. ആ മാവിൽ നിന്ന് കിളിച്ചിറങ്ങിയിരിക്കുന്നതും ഈ കാണുന്നതെല്ലാം മാവാണ് കേട്ടോ. ഇതെല്ലാം വമ്പൻ മാവുകളാണ്. ഈ മാവിൽ നിന്നെല്ലാം മാങ്ങ, ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. പക്ഷേ ഇതൊന്നും ആരും പറക്കാനും എടുക്കാനൊന്നും ഇവിടെ വരാറില്ല. ഈ കാടിനകത്ത് കയറി ആരും വരത്തില്ല, വരാനുള്ള വഴിയുമില്ല. അച്ഛൻ കുഞ്ഞച്ചായൻ്റെ വീട്ടിൽ കൂടെയുള്ള ഒരൊറ്റ ഒരു വഴിയേ ഉള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ആ കാണിച്ച ഒറ്റത്തടിയിലൂടെയുള്ള ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. വീട് കണ്ടോ, പൂർണ്ണമായിട്ടും കല്ലിൻ്റെ മേൽക്കല്ല വിശേഷിക്കാത്ത എന്ന് പറയുന്ന പോലെ താർന്നു കിടക്കുകയാണ്. മാങ്ങ വേറെ ഉണ്ട്, രണ്ടെണ്ണമായി. ഒത്തിരി മാങ്ങ ഉണ്ടോ. പറക്കാനാണെങ്കിൽ ഇവിടെയൊക്കെ മാങ്ങ കിടപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കൂടുതൽ സമയം നിൽക്കുന്നത് അത്ര പന്തിയല്ല. എല്ലാം ഇഷ്ടംപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനകത്ത് ജനവാസമില്ലാതെ കിടക്കുന്നത് കൊണ്ട് നമുക്കിവിടുത്തെ സാഹചര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. കിളികളും ഉണ്ട്. നമുക്കിവിടെ നിന്നാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പം തന്നെ ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അകം ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാൻ എന്തായാലും മുള ഇവിടോട്ട് വെക്കുകയാണേ. മുള അവിടെ കിടക്കട്ടെ, ഞാനൊന്ന് കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്കൊന്ന് കുറച്ച് ഭാഗം നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്നുണ്ട് നോക്കാം. ഓ, ഇതിനകത്ത് ഫർണിച്ചറുകൾ വരെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കസേരകളൊക്കെ കിടക്കുന്നത്. എന്താ, വീടിൻ്റെ ഉൾവശമൊക്കെ വലിയ ഹാളായിരുന്നു. ഇത് കണ്ടോ, ആ ഡോറയിലെ പൂട്ട് കണ്ടോ, പണ്ട് കാലത്തെ. എന്താ, വളരെ വിശാലമായ ഒരു തുരുത്താണ്. വീടിന് ചുറ്റും ഉണ്ടായിരുന്ന വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു ഭിത്തിയാണ് ഇതാ ഈ കാണുന്നത് കണ്ടോ. വീടിന് 4 വശത്തും വീടിന് ഇതുണ്ടായിരുന്നു, കെട്ടുണ്ടായിരുന്നു, വരാന്ത. ആ വരാന്തയുടെ തൂണുകളാണ് ഈ കാണുന്നതൊക്കെ കണ്ടോ. അതെല്ലാം തകർന്നു പോയി. അതിന് നടുക്കായിട്ടായിരുന്നു ഈ മേടയുണ്ടായത്. ഇതിന് മേളിൽ 2 നിലയും അതിന് ശേഷം മേപ്പോട്ട് വേറെ ഒരു മേട ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു. പണ്ടത്തെ മേടകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ തേങ്ങകളൊക്കെ ഇഷ്ടം പോലെ വീണ് കിടക്കുക കണ്ടോ. അതുപോലും എടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തോട്ട് ആരും വരാറില്ല. ഒരുപക്ഷെ പേടിച്ചായിരിക്കാം. വന്ന വഴിക്ക് ഞാൻ കണ്ടു ഒത്തിരി തേങ്ങ കിളിച്ച് നിൽക്കുന്നത്. ഇവിടുത്തെ ഈ തറവാട്ടിൻ്റെ കിണറായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ്. എത്രയോ നൂറ്റാണ്ടുകൾ നിലനിന്ന കിണറാണെന്ന് ആലോചിച്ച് നോക്കി. ഇന്നിപ്പോൾ അത് വൃത്തിയാക്കാനോ എടുക്കാനൊന്നും ആരും ഇല്ലാതെ വെട്ടുകല്ലിലാണ് താഴേന്ന് കെട്ടിക്കയറിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് നമ്മുടെ പഴയ സുർക്കി മിശ്രിതം ഇട്ട് ഭിത്തി കെട്ടിയിരിക്കുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോണം. ദേ കണ്ടോ, സുർക്കി മിശ്രിതം ഇട്ട് ഭിത്തി കെട്ടിയിരിക്കുന്നത് കണ്ടോ. ഈ വീടിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ കാട് കയറി കിടക്കുന്നുണ്ടോ. ഒരു പക്ഷേ തൊഴുത്തായിരുന്നിരിക്കാം, പശുക്കളെ കെട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് ഇതും സുക്കി മിശ്രിതം വെച്ച് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോയി നോക്കിയാൽ കൊള്ളാമായിരുന്നു, എന്തുവാണ് അതിനകത്ത് കിടക്കുന്നതെന്നുള്ളത്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ അങ്ങേപ്പുറത്തെ സൈഡിൽ കൂടെ വരാം. പഴയ കാലത്തെ മോഡൽ ഓടാണ്, അതൊക്കെ ഇവിടെ തകർന്ന് കിടപ്പുണ്ട്. കണ്ടോ, പണ്ട് കാലത്തെ വെട്ടുകല്ല് ഇഷ്ടികയാണ്. ഇത് തൊഴുത്തായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പശുക്കൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന തൊഴുത്തായിരുന്നു തോന്നുന്നു.
ഇതിൽ ചെറിയ ഇരുമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട് നമ്മുടെ. എന്തായിരുന്നു അതൊരു പിടുത്തം കിട്ടുന്നില്ല. അതൊരു വല്ലാത്ത ഒരു നിർമ്മാണ രീതിയാണ് കേട്ടോ. അത് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. കാരണം ഇവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ മാത്രമേ ഇപ്പോൾ ഈ പറമ്പിലുള്ളൂ. അതെടുത്ത് കാണുമ്പം തന്നെ നമുക്കൊരു ഭയമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇതിൽ വഴി തന്നെ പോകാൻ പോവാണേ. അത് വേറെ രക്ഷയൊന്നുമില്ല. അത്ര വലിയ പരിചയം ഇല്ലെങ്കിലും ഇതിപ്പോൾ നമുക്ക് നടന്നു പോയാലെങ്കിലല്ലേ പറ്റൂ. ഞാൻ മറുകരയിലെത്തി. ഈ തേങ്ങ വീണ് കിളിച്ച് നിൽക്കുന്നുണ്ടോ. ഇത് ഇന്നത്തെ ഈ തറവാട്ടിൻ്റെ അവകാശിയാണ് അച്ഛൻകുഞ്ഞച്ചായന്. അച്ചായൻ്റെ ഞാൻ വെയിൽ കൊണ്ട് നല്ലപോലെ വേർത്തിട്ടുണ്ട്. അപ്പോൾ അച്ചായൻ എനിക്കൊരു കരിക്ക് എല്ലാം പൊതിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അത് അരുവായിക്ക് അതെല്ലാം കിഴിച്ച് എനിക്ക് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഗ്ലാസ് ഇരിക്കുന്നുണ്ടോ. ഗ്ലാസും കരിക്ക്, ഇവിടുത്തെ കരിക്കല്ലേ, നല്ല കുട്ടനാടിൻ്റെ കരിക്കല്ലേ, നല്ല തണുപ്പും നല്ല രുചിയുള്ള വെള്ളമായിരിക്കും. ഇദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈ തറവാടിൻ്റെ അവകാശി. എൻ്റെ കരിക്കും വെള്ളം ഗ്ലാസ്സിലോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ തറവാട് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.